ആഘോഷങ്ങളുടെ ആർപ്പുവിളികളുടെ ഓണക്കാലത്തും കണ്ണീരുണങ്ങാത്ത ചിലർ കൂടി നമുക്ക് ചുറ്റുമുണ്ട്. തിരുവനന്തപുരം കരമന നെടുങ്കാട് സ്വദേശി പ്രഭാവതിയമ്മ അവരിൽ ഒരാളാണ്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ പോലീസ് ഉരുട്ടിക്കൊന്ന ഉദയകുമാറിന്റെ അമ്മ. 20 കൊല്ലം മുൻപൊരു ഓണക്കാലത്ത് ഇടനെഞ്ചു പൊട്ടി നിലവിളിച്ച ആ അമ്മ ഇപ്പോഴും മകനെ ഓർത്ത് കരയുകയാണ്. കോടതിക്ക് ഒരു കൃതം ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. കോടതിക്ക് കൃതം വിലയ്ക്ക് വാങ്ങിക്കാനുള്ളതാണ്. ആണായാലും പെണ്ണായാലും ഒരു കൃതം വേണം. കൃതം ഇല്ല കോടതിക്ക്. ജീവിച്ചിരിക്കെ മക്കൾ മരിക്കുന്നതോളം വേദന ഒരിക്കലും ഒരമ്മയും അനുഭവിച്ചിട്ടുണ്ടാകില്ല. നൊന്തുപറ്റ മകനെ 20 വർഷം മുമ്പ് ഒരു കൂട്ടം കാക്കിയിട്ട ക്രിമിനലുകൾ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി എന്നറിഞ്ഞ ആ നിമിഷത്തെ എങ്ങനെയാകും പ്രഭാവതിയമ്മ മറികടന്നിട്ടുണ്ടാവുക? ഇന്നും തോരാത്ത ഓർമ്മകളുടെ കണ്ണീരിൽ ഒന്ന് തെളിയുന്നുണ്ട്. ഇല്ല, ഈ അമ്മ ആ നിമിഷത്തെ ഇനിയും മറികടന്നിട്ടേയില്ല. കണ്ണില്ലാത്തൊരു കണ്ണ് തുറക്കുമല്ലോ. ഇവർ കാണിച്ച പുളിയോട് എന്തെന്ന് വെച്ചാൽ അത്രയ്ക്ക് കൂരവത്തിയല്ലേ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഇത്ര 22 മുറിവ്. ആ ഉള്ളംകാലൊക്കെ എന്ത് വേദനയോടെ 4200 രൂപയ്ക്ക് എന്ത് വേദനയോടെ എൻ്റെ കുട്ടിയെ ഇവർ പച്ചയ്ക്ക് തിന്നെന്ന് ഇത്ര ദൂരം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2005 സെപ്റ്റംബർ 27-നാണ് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് ഉദയകുമാറിനെയും സുഹൃത്തിനെയും ഫോർട്ട് പോലീസ് പിടികൂടുന്നത്. ഉദയകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന 4000 രൂപയുടെ പേരിലായിരുന്നു പോലീസിന്റെ അതിക്രൂര പീഡനം. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള ഉരുട്ടലിൽ തുടയല്ലും രക്തധമനികളും പൊട്ടി. വേദനയിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞായിരുന്നു ഉദയകുമാറിന്റെ മരണം. 1000 രൂപ ഞാൻ കൊടുത്ത് 3000 രൂപ അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. ഡ്രസ്സ് എടുക്കണം. അത് ബോണസ് കിട്ടിയതാണ്. ആ മോട്ടിച്ചത് വെളിയിൽ റോട്ടിലില്ലേ ചാക്കിൽ കൊണ്ടിട്ട് കുത്തിവാരി കൊണ്ട് വന്നതല്ല. വല്ലാനി കഴുത്തിന് അറുത്തെടുത്തോണ്ട് വന്നതല്ല. കൊല ചെയ്തെടുത്തോണ്ട് വന്നതൊന്നുമല്ല. അധ്വാനിച്ച് ഇരുമ്പ് അടിച്ച് പൊളിച്ച് ലോകം മുഴുക്ക മഴ, കാറ്റ്, ഇടി, മിന്നൽ ഈ ലോകം മുഴുക്ക നടന്നുണ്ടാക്കിയ കാശാണ്. മോട്ടിച്ചതല്ല. കൊലപാതകം ഒതുക്കാൻ പോലീസ് ഉദയകുമാറിനെ കള്ളനാക്കി. കള്ള കേസെടുത്തു. വ്യാജരേഖകളും വ്യാജ സാക്ഷികളെയും സൃഷ്ടിച്ചു. ഇതോടെ മകന്റെ വേർപാടിന്റെ ഉള്ളുലച്ചിലുകൾ വിട്ടൊഴിഞ്ഞ് മുറിവിൽ നിന്നും മുറിവുമായി എത്തിയ പുറത്തിയെ പോലെ ഒരമ്മയുടെ പോരാട്ടം. ആളും അധികാരവും എതിർനിന്നപ്പോഴൊക്കെ കരനാഥന്മാർക്ക് നേരെ വിരൽ ചൂണ്ടി അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങളെന്റെ മകനെ കൊന്നില്ലേ? 1000 രൂപ ഇരുന്നാലും ഒരാളിനെ കൊന്നിട്ട് കുറച്ച് ദിവസം ജയിലിൽ അടച്ചിട്ട് പിന്നെ അവന് കേസിണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വിടാന്നാ നിയമം? അങ്ങനെയാണോ? CBI അന്വേഷണത്തിനും വിചാരണയ്ക്കും പിന്നാലെ 2018 ജൂലൈയിൽ 5 പോലീസുകാർ കുറ്റക്കാരാണെന്ന കണ്ടെത്തൽ. 1ഉം 2ഉം പ്രതികളായ കെ ജിതകുമാറിനും SP ശ്രീകുമാറിനും വധശിക്ഷ. എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 27-ന് ഹൈക്കോടതി പ്രതികളെ വെറുതെ വിട്ടു. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. എന്നെ തന്നെ എനിക്ക് വിശ്വാസമില്ലാത്തതായിപ്പോയി. അത്ര ഗൗരവത്തിയാണ് എൻ്റെ കുട്ടിയെ. അത്ര എൻ്റെ വേദനയോടെ എൻ്റെ അമ്മോ എന്നെ കൊല്ലണേന്ന് എന്നെ കാതൊക്കെ മുഴങ്ങുകയാണ്. ഒരു പൗരൻ ചെയ്ത ഗൗരവത്യം കണ്ട ആ കണ്ണില്ലാത്തൊരു കണ്ണ് തുറക്കും. അപ്പോഴും ആ ഇതൊന്നും കോടതി കണ്ടില്ലേ എൻ്റെ കുട്ടിയെ? ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് പ്രഭാവതി അമ്മയുടെ തീരുമാനം. വീട് വിറ്റെങ്കിലും പോകും. ഏതായാലും എൻ്റെ മകനെ പച്ചയ്ക്ക് തന്നതിൻ്റെ ഒരു വീട് തന്നത് എനിക്ക്. അപ്പം ആ വീട് ഞാൻ റോട്ടിൽ കിടന്നാലും വീട് വിറ്റ് പോകും. വേദനയുടെ 19 തിരുവോണ നാളുകളാണ് ജീവിതത്തിൽ ഒറ്റയ്ക്കായ ഈ അമ്മയെ കടന്നുപോയത്. ഇനിയെങ്കിലും അനീതിയുടെ ഇരുട്ടുമാറി ഓണനിലാവ് തെളിയാൻ നീതിയുടെ ഒരു കുഞ്ഞു തുമ്പപ്പൂവെങ്കിലും വിടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചതിനു ശേഷവും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചത് പ്രൊഫസർ TV ഈച്ചരവാര്യരാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല ചെയ്യപ്പെട്ട രാജന്റെ അച്ഛൻ. കഴിഞ്ഞ ദിവസം സമാനമായൊരു ചോദ്യം ഈ അമ്മയും ചോദിച്ചു. ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ട ഉത്തരവ് വന്നതിന് പിന്നാലെ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ചോദിച്ച ആ ചോദ്യം, കോടതികളെ നിങ്ങൾക്ക് ഹൃദയമില്ലേ? ആ ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഉത്തരം പറയേണ്ടത് ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളാണ്. ക്യാമറാമാൻ MG മഞ്ജുഷിനൊപ്പം VSN ന്യൂസ് മലയാളം, തിരുവനന്തപുരം.